ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ആർക്ക് വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഒരു ഡീപ്പ് സീ എക്സ്പ്ലോറേഷനാണ്. ആംഗ്ലർ ഫിഷ്, ഈ മുന്നിൽ കാണുന്ന തലയിൽ ഒരു ടോർച്ചും കത്തിച്ചെടുക്കുന്ന ഫിഷാണ് ആംഗ്ലർ ഫിഷ്. അപ്പോൾ ഇതിനെ ടൈം ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ഇച്ചിറ്റിയോസോറസിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മളിന്ന് ടൈം ചെയ്യണത്. ആൾ നമ്മുടെ ഇച്ചീനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൈസായിട്ട് ഈ ഒരു നേരത്തെ 2-3 ട്രാങ്കാരോ വിട്ട് നോക്ക് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. പക്ഷേ ഈ ആംഗ്ലർ ഫിഷ് ഭയങ്കര ഭീരുവാണ്. നമ്മൾ 2 അടി അടിച്ച ആൾ കണ്ടം വഴിയോടും. അതാണ് ഒരു പ്രശ്നം. പിന്നെ ഈ ഇച്ചിയുടെ പുറത്തിരുന്നാണ്ട് നമുക്ക് വിഷൻ്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. 360 ഡിഗ്രി വിഷൻ നമ്മൾ വെപ്പൺ യൂസ് ചെയ്യുമ്പോൾ കിട്ടിയില്ല. ആകെ 180 ഡിഗ്രിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ നേരത്തെ ഈ ആംഗ്ലർ വേറെ വഴിക്ക് പടച്ചോനെ പണിപ്പാളി ആരാണത്? കുഴപ്പമില്ല. ഡംഗ്ലിയോസ്റ്റോസസ് ആണ്. ഞാൻ പേടിച്ചു പോയി. ഇപ്പോൾ ഇവിടെ ഞാൻ മെയിനായിട്ട് ഓക്സിജൻ സിലിണ്ടറും മറ്റേ സ്ക്യൂബ ഗിയർസ് ഉണ്ട്, പക്ഷേ സ്ക്യൂബ മാസ്ക് ഇല്ല. അതുകൊണ്ട് തന്നെ വിഷൻ ഭയങ്കര ബ്ലറിയാണ്. കൂടുതൽ ഡിസ്റ്റൻസിലോട്ട് നമുക്ക് ഡീപ് സീയിൽ വിഷൻ കിട്ടണില്ല. അതിന് വേണമെങ്കിൽ മെയിനായിട്ട് പോയിസൺ മാസ്കൊക്കെ ഗ്യാസിന്, അതായത് പോയിസൺ ഗ്യാസ് ശ്വസിക്കാതിരിക്കാനൊരു മാസ്ക് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ സ്ക്യൂബ മാസ്ക് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഒരു സ്രാവ് അത് വരും, ആ സ്രാവിനെ എങ്ങനെയും തല്ലിക്കൊല്ലണം, അല്ലേ പ്രശ്നമാണ്. അപ്പോൾ ഈ ആംഗ്ലർ ഫിഷിനെ ടൈം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏരിയയിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെല്ലാം കൊന്നു കളയുക. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, പഴയ ആർക്കിലാണെങ്കിൽ പ്രശ്നമില്ല, പുതിയ ആർക്കിൽ ഈ സ്ക്യൂബ ടാങ്ക് ലൈഫുണ്ട്. അത് കുറച്ച് നേരം കഴിയുമ്പോൾ കേടായി പോകും. അപ്പോൾ പിന്നെ ശ്വാസം കിട്ടാണ്ട് നമ്മൾ ചാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എവിടെ പോയി? ഞാൻ ഇപ്പോൾ നമ്മളൊരു ആംഗിൾ ഉണ്ടായിരുന്നു, അതിനെ തിരഞ്ഞെടുക്കാൻ. ഓക്കെ, ഇവിടെ ഒന്നുണ്ട്. ഈ വിഷൻ്റെ ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് വല്ല മോസസോൾസോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം മുന്നിലുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത്. ഇത് ഞാൻ നേരത്തെ നോക്ക് ചെയ്തിട്ടാണ്, ജസ്റ്റ് നോക്ക് ചെയ്ത്. പക്ഷേ ഫുഡില്ലായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റിങ്ങൾക്ക് കൊടുക്കേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മറ്റേ മീറ്റ്, അതായത് പ്രൈം മീറ്റ് ഉണ്ടെങ്കിലും ഓക്കെ. പക്ഷേ സീ ആയിരിക്കുമ്പോൾ നമുക്ക് പ്രൈം മീറ്റ് കിട്ടില്ല. മിക്കവാറും പ്രൈം ഫിഷ് മീറ്റൊക്കെ കിട്ടും. അതേപോലെ നോർമൽ കിബിളാണ് സാധനം ഈറ്റ് ചെയ്യുക, റെഗുലർ കിബിൾ എന്ന് പറയും, അത് കൊടുത്താലും പറ്റും. അപ്പോൾ ഇതിന് ഞാൻ ഓൾറെഡി മുമ്പ് നോക്ക് ചെയ്തിട്ടാണ്. ഈ സാധനം നോക്ക് ചെയ്തിട്ടാണ് നേരെ ഇൻവെൻറ്ററിൽ ഇട്ടെടുത്ത ആദ്യം പരിപാടി കഴിഞ്ഞു. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീമാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഫ്യൂച്ചറിൽ കുറേ ആവശ്യങ്ങൾ വരും. കാരണം മെയിനായിട്ട് പേൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനത്തിന് ആംഗ്ലർ ഫിഷിനെ യൂസ് ചെയ്യണത്. അതേപോലെ തന്നെ ഈ ആംഗ്ലർ ഫിഷിനെ കൊന്നു കഴിഞ്ഞാൽ ആംഗ്ലർ ജെല്ല് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും. അതേപോലെ ബ്ലാക്ക് പേൾ അത്ര വലിയ കളക്ടർ അല്ലെങ്കിലും തർക്കമില്ലാത്ത കുറച്ച് രീതിയിൽ ബ്ലാക്ക് പേളും കളക്ട് ചെയ്യും. ഈ ബ്ലാക്ക് പേളായിരിക്കും ടെക്ക് സാഡിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ സാധനം വേണ്ടി വരും. അതേപോലെ ടെക്ക് ആർമേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് ബ്ലാക്ക് പേൾ ഭയങ്കര നല്ല രീതിയിൽ വേണം. ഞാനിപ്പോൾ ഒരു ആംഗ്ലർ ഫിഷിനെ അവിടെ നോക്ക് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ ഇതിനും കൂടി നോക്ക് ചെയ്തേക്കാം. ഏതാണ് ഉപകാരം വരാമെന്ന് പറയാൻ പറ്റില്ല. ഓടുന്നു. ഈ ആംഗ്ലർ ഫിഷിൻ്റെ പ്രശ്നം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടം വഴിക്ക് ഓടും. ഈ ഓടുന്നതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. കാരണം ഈ ഓടുന്ന നേരെ വല്ല സ്രാവോ തിമിംഗലൊക്കെ ഉണ്ടെങ്കിൽ സാധനം നോക്കായ അല്ല, ജീവണ്ട് കൈസ് നോക്കായിട്ടില്ല. അപ്പോൾ ഓടുന്ന വല്ല വലിയ ആനിമൽസിൻ്റെ അടുത്ത് കാണെങ്കിൽ നമ്മൾ തീർന്നു, ആൾ നോക്കായി. അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ആംഗ്ലർ ഫിഷ്. രണ്ടാമത്തെ നോക്ക് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അധികം ലെവൽ 11 ഇച്ചിയുടെ ലെവലാണോ? ഓക്കെ, കുറച്ച് മീറ്റ് ഉണ്ട്. എന്തായാലും ഈ മീറ്റ് കൊണ്ടേ ഇട്ട് കൊടുക്കാം. ഫിഷ് മീറ്റ്, നോർമൽ ഫിഷ് മീറ്റാണ് നമ്മളിടുന്നത്. അത്യാവശ്യം നല്ലൊരു ലെവലുള്ളതിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിക്കുമായിരുന്നു. ഓക്കെ, ലെവൽ 80 ഇത് മതി. ലെവൽ 80 ഉള്ളതിനെ കിട്ടി. അത്യാവശ്യം കളക്ട് ചെയ്യാൻ, അതായത് സാധനം കളക്ട് ചെയ്ത് മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇൻവെൻറ്ററിൽ ഫുഡ് എടുത്ത് കൊടുക്കുക. ടൈം ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ പരിപാടി കാണാം. ഇനി പ്രത്യേകിച്ച് പരിപാടിയില്ല. ഇങ്ങനെ നോക്ക് ചെയ്യുന്നു, ഇൻവെൻറ്ററിൽ ഫുഡ് ഇടുന്നു, ടൈം ചെയ്യുന്നു. ഇത് ഒരുപാട് നേരം എടുക്കും ടൈം ആവാൻ. അതാണ് മെയിൻ പ്രശ്നം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഡീപ്പ് സീലാണ്. ഈ ആംഗ്ലർ ഫിഷിനെ മെയിനായിട്ട് ഡീപ്പ് സീലാണ് കാണാൻ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീപ്പ് സീൽ മറ്റേ മോസസോറ്, ഗ്ലൂസോസോറ് എന്ന് പറഞ്ഞ 2-3 സാധനങ്ങളുണ്ട്. മുന്നിൽ പെട്ടാ ചത്ത്, വേറെ ഒന്നും പറയില്ല. അപ്പോൾ അറ്റിങ്ങൾ നോക്കിയാണ്ട് ചെയ്യണം. അത് സുനാൻഡോസിസ് എന്ന് പറഞ്ഞ സാധനം വരും. ഈ 3 സാധനങ്ങളും വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ ഈ ആംഗ്ലർ ഫിഷ് പെട്ടെന്ന് നോക്കാം. അതായത് ഇത് ഓടി പോവുക ചാൻസ് കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നോക്കണം ആയിരിക്കും. നല്ലൊരു മാന്തൊക്കെ നമ്മളെ ചുറ്റി നടക്കുന്നുണ്ട്. പക്ഷേ കാര്യമില്ല, നമ്മൾ രക്ഷപ്പെടും. കാരണം എൻ്റെ ഈച്ചി അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ കുറേ നേരം ഈ ഡീപ്പ് സീൽ ചുറ്റി കറങ്ങി അവസാനം നമ്മൾ ടൈമിനായിട്ട് ആംഗ്ലർ ഫിഷിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗ്ലർ ഫിഷിൻ്റെ പുറത്ത് കിടക്കുന്ന നമ്മളെ സ്രാവിൻ്റെ, അതേപോലെ നമ്മളെ
സ്രാവ്, മെഗാലോഡൻ്റെ ഒക്കെ പുറത്ത് റൈഡ് ചെയ്യണ പോലെയാണ്. പക്ഷേ അതിനൊക്കെ സാഡിൽ വേണം. പക്ഷേ ആംഗ്ലർ ഫിഷിന് സാഡിലിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ കേവുകളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ചെറിയൊരു ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ണൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു കിടിലൻ സാധനമാണ്. ഫ്രണ്ടിലൊരു ടോർച്ചും തൂക്കിയിട്ടാണ് ആൾ നടക്കുക. മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഡീപ്പ് സീ ഫ്ലോറിൽ ഇഷ്ടം പോലെ പേൾസ് ഉണ്ടാവും. ഈ പേൾസ് കളക്ട് ചെയ്യലാണ് നമ്മുടെ മെയിൻ പരിപാടി. വൈറ്റ് പേൾ ഉണ്ടാവും, ഇടയ്ക്ക് വേണമെങ്കിൽ ബ്ലാക്ക് പേളും കിട്ടും. എന്തായാലും നമുക്ക് നമ്മുടെ ഇച്ചീനെ ഇവിടെ ഇട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ ഇച്ചീനെ നമുക്ക് നമ്മുടെ ഇതിലാക്കണം. ഇവിടെ ഇങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ മോസസോസൊക്കെ മുന്നിൽ പെട്ട സാധനത്തിന് 2 വെട്ടുന്ന് തീരും. അത്രയും ഡേഞ്ചറസ് ആണ് ഡീപ്പ് സീ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കാണാൻ കഴിയില്ല. അതേപോലെ എപ്പോൾ വരും എന്നൊന്നും അറിയാൻ കഴിയില്ല. ഓക്കെ, എന്തായാലും നമ്മളെ ഇച്ചിത്തിയോസോറസിനെ സേഫ് ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ആൻഡ് ഹാർവസ്റ്റ് സം പേൾസ്. അപ്പോൾ ഇനി നമുക്ക് പേൾ തേടാം. ഈ ആഴക്കടലിൽ എന്തായാലും പേൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു. എന്ത് ബൈറ്റ് ആയിരുന്നു? ബ്ലാക്ക് പേൾ കിട്ടണ വേണ്ടി ചെറിയ കൂന്തൽ പോലത്തെ, കൂന്തലല്ല ലോബ്സ്റ്റർ പോലത്തെ സാധനങ്ങൾ ഈ സീ ബെഡിലുണ്ടാവും, കടലിൻ്റെ അടിയിലുണ്ടാവും. അതായത് കടലിലെ പ്രാണികൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പ്രാണികളെ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഓയിൽ കിട്ടുന്ന സ്ഥലമാണത്. അപ്പോൾ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അതിലൊന്നും അറ്റാക്ക് ചെയ്തപ്പോൾ ഓയിലൊന്നും ഹാർവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓയിലും റോക്കൊന്നും ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് ഡെങ്ലോസ്റ്റൂസിനെ കൊണ്ട് മാത്രമേ സീൽ ആ ഒരു ഹാർവെസ്റ്റിങ് നടക്കുള്ളൂ, വേറെ സാധനങ്ങൾ കൊണ്ട് നടക്കില്ല. സോ പേള് തപ്പണം. പേള് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ എന്തായാലും പേള് തപ്പിയിട്ട് അതിൻ്റെ ഹാർവെസ്റ്റിങ് കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ സിൽക്കപ്പേളുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹാർവെസ്റ്റ് ചെയ്ത് ജസ്റ്റ് പോയി കണ്ട് ഇങ്ങനെ കടിച്ചാൽ മതി. അറ്റാക്ക് കൊടുത്താൽ സിൽക്കപ്പേൾസ് നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യും. അതേപോലെ അമ്മോണൈറ്റിനെ കിട്ടുമോ നോക്കട്ടെ. അമ്മോണൈറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ബ്ലാക്ക് പേൾ ഇങ്ങനെ കളക്ട് ചെയ്യണത് കാണിച്ചു തരാം. സെർച്ച് ചെയ്യണം. ഡീപ് സീ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയാണ്. കുറേ തപ്പിയെങ്കിലും അമ്മോണൈറ്റിനെ എവിടെയും കാണില്ല. പക്ഷേ ഇങ്ങനെ തപ്പണേൻ്റെ ഇടയിൽ ഒരു ഫ്യൂസോസോറിനെ, അത്യാവശ്യം നല്ല ഹൈ ലെവൽ ഫ്യൂസോസോറിനെ കണ്ടപ്പോൾ ഞാനത് നോക്ക് ചെയ്തുകൊണ്ട് ടൈമിങ്ങിന് ഇട്ടിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അതാണ് പ്രശ്നമായി പോയത്. പിന്നെ ഒക്കെ നോക്ക് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ റെക്കോർഡിൻ്റെ കാര്യം തന്നെ ഓർമ്മ വരുന്നത്. ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തെന്നുള്ള ഒരു ഇതിനാണ് ചെയ്തത്. ഓൾറെഡി ഞാൻ ഫ്യൂസോസോർ ടൈമിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണേണ്ടവർ കാണാം. അപ്പോൾ കുറേ നേരം ഞാൻ ബ്ലാക്ക് പേൾ കിട്ടാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ സാധനം കിട്ടിയില്ല. ഇനിയിപ്പോൾ അധികം നേരം നമുക്ക് ഈ കടലിൻ്റെ അടിയിൽ തുടരാൻ കഴിയില്ല. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഓക്സിജൻ ടാങ്ക്സൊക്കെ എംപ്റ്റി ആയിട്ടുണ്ട്. അധികം ഓക്സിജൻ ടാങ്ക്സ് നമ്മുടെ അടുത്തില്ല. അപ്പോൾ എന്തായാലും കിട്ടിയ ഫ്യൂസോസോറിനെയും അതേപോലെ തന്നെ നമ്മുടെ ആംഗ്ലർ ഫിഷിനെയും കൊണ്ട് ഞാൻ നേരെ നമ്മുടെ ബേസ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം നേരം കടലിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചാവും. അതാണ് പ്രശ്നം. അതായത് ഓക്സിജൻ സിലിണ്ടർ തീർന്നു. ഇനിയിപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാക്കണമെന്ന് ഞാൻ ബേസ് പോയിട്ടേ നടക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഓക്സിജൻ സിലിണ്ടറും പരിപാടിയൊക്കെ നടക്കുള്ളൂ. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ ബേസ്. എന്താ നമ്മുടെ ഫ്യൂസോസോർ നേരെ പുറകിലുണ്ട്. അതിൻ്റെ മുഖം ഒരു വിചിത്രമായ മുഖമാണെങ്കിലും ഒടുക്കത്തെ സ്പീഡാണ് ആൾക്ക്. പക്ഷേ ഈ ആംഗ്ലർ ഫിഷിനെ പോലെ വിത്തൗട്ട് സാഡിൽ റൈഡ് ചെയ്യാൻ കഴിയില്ല. സാഡിൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് വേണം റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇനി ഉണ്ടാക്കാനും നമുക്ക് ബേസ് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ കടലിലെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുവിധം നമ്മുടെ ബേസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. മെയിനായിട്ട് ആംഗ്ലർ ഫിഷിൻ്റെ ടൈമിംഗ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ബേസ് പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു, ഇവരന്മാരൊക്കെ പാർക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, ഗുഡ് ബൈ.